ഹലോ, മൈസെൽഫ് ഫഹീം. എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ നീറ്റിലെ കേരള റാങ്ക് എന്ന് പറയുന്നത് 30 ആയിരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ ഒന്നും വേണമെങ്കിൽ പറയാണ്. അപ്പോൾ ഓണം ടു ക്രിസ്മസ് ടൈം ആ ഒരു ഗ്യാപ്പാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം കുറേ പോർഷൻസ് കവർ ചെയ്യുന്ന സമയമാണ്. കുറേ ആൾക്കാർ തളർന്നു വന്നപ്പോൾ തുടക്കത്തിൽ ആവേശമൊന്നും ചില ആൾക്കാർക്ക് ഇല്ലാത്തൊരു സമയമൊക്കെ ആയിരിക്കും ഈ ഒരു സമയം. അപ്പോൾ അങ്ങനെ ഒരിക്കലും ആവരുത്. പിന്നെ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ട്രാക്കിൽ കയറി വരുന്ന സമയം ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ ഭയങ്കര ഗ്രോത്ത് കാണുന്നു. എൻ്റെ 2 കൊല്ലം ഞാൻ ട്രാക്കിലേക്ക് കയറിയ സമയം ഇത് തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഞാൻ ഈ സമയം തന്നെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഭയങ്കര ഈ ഒരു ടൈമിൽ കുറേ പോർഷൻസ് കവർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുവിധം ചാപ്റ്റേഴ്സ് ഒക്കെ ബേസ് ഭയങ്കരമായിട്ട് ഹൈ ആയിരിക്കും. ഞാൻ മാത്രമല്ല, എൻ്റെ റൂംമേറ്റ്സ് ആണെങ്കിലും. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല പീക്കിലേക്ക് എത്തിയ സമയം ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 കൊല്ലാണെങ്കിലും എല്ലാവരും ഇത് ഓണം മോഡലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് കാണാൻ ട്രൈ ചെയ്യുക, അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ എൻ്റെ ഓണം മോഡലിന് എൻ്റെ റാങ്ക് അത്യാവശ്യം കുറവായിരുന്നു. ഏകദേശം 660 ആ റേഞ്ചിലായിരുന്നു എൻ്റെ റാങ്ക് വന്നിരുന്നത്. 5000 കുട്ടികളിൽ. അപ്പോഴാണ് എനിക്ക് ഒരു തിരിച്ചറിവ് വന്നത്. ഇപ്പോ ഇങ്ങനെ പോയാൽ ചിലപ്പം നീറ്റിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലായ ടൈം അതായിരുന്നു. അങ്ങനെയാണ് പിന്നെ കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് ഞാൻ പഠിച്ചതും ആ ഒരു എക്സാമിനൊക്കെ കറക്റ്റ് ടൈം യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എക്സാം ഇതൊക്കെ ആ ഒരു ടൈമിലാണ്. അപ്പോൾ അങ്ങനെ പോയതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ റൂംമേറ്റ് ആണെങ്കിൽ നമ്മൾ രണ്ടാളും ഒരുമിച്ചാണ് ഭയങ്കര റാങ്ക് കൂടിയതൊക്കെ. അപ്പോൾ എൻ്റെത് അത്യാവശ്യം നല്ല ബാക്കിലായിരുന്നു, പക്ഷെ റൂംമേറ്റിന് കുറച്ചും പാടും അത്യാവശ്യം നല്ല റാങ്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോൾ 1ാം റാങ്ക് 2ാം റാങ്ക് ആ റേഞ്ചിലേക്കൊക്കെ എത്തിയത് ആ ഒരു ടൈമിലാണ്. ഈ ഒരു ഗ്യാപ്പിൽ തന്നെയായിരുന്നു. അപ്പോൾ അടുത്ത മോഡലിന് വന്നപ്പോൾ നമ്മളെ റാങ്ക് എൻ്റെ റൂംമേറ്റിന് 1ാം റാങ്കും എനിക്ക് 3ാം റാങ്കും ആയിരുന്നു ഈ പൂജ മോഡലിൽ വന്നപ്പോൾ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഗ്രോ ചെയ്തപ്പോൾ ആ ഒരു ചെറിയൊരു ടൈം സ്പാനിൽ തന്നെ. അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതൊക്കെ തന്നെയാണ്. ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ ആദ്യം മുതലേ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു ടൈം സ്പാനിൽ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തു. അതിന്റെ ഗുണം തന്നെയാണ് നമുക്ക് ആ ഒരു ടൈം സ്പാനിൽ തന്നെ കിട്ടിയത് എന്നുള്ളതാണ്. പഠിക്കാനുള്ള ട്രിക്കുകൾ പറയുന്നത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ കുറെ ഒന്നും പറയാനൊന്നുമില്ല. നമ്മള് മാക്സിമം ടൈം പഠിത്തത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, പിന്നെ കൂളായിട്ട് നിൽക്കുക, അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ അതിന്റെ കൂടെ ആ ഒരു ട്യൂഷൻ സെന്ററിന്റെ കൂടെ തന്നെ ഓടാൻ നോക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. പിന്നെ പറയുന്നത് ക്ലാസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് വീട്ടിലൊക്കെ പോക്ക് നന്നായിട്ട് നിർത്തിയാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ അധികം പോയിട്ടില്ല ഈ ഒരു സമയത്ത്. ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ പോയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ വീട്ടിൽ പോക്കുന്നതൊക്കെ നിർത്തിയാൽ നമുക്ക് എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യാം, നമ്മൾ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാം. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം ചെറിയ ചാപ്റ്റർ ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ EMBS ഒക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഭയങ്കര ത്വര ഉണ്ടാവും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനെ വരുള്ളൂ, ആണ് കിട്ടുന്ന ക്വസ്റ്റ്യനൊക്കെ വരുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ ഭയങ്കര ത്വര ഉണ്ടാവും. പക്ഷെ അതൊന്നും ഒരിക്കലും പാടില്ല. നമ്മൾ കൂടെ കട്ടക്ക് തന്നെ നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ കുറേ സംശയം ചോദിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ച് തന്നെയാണ്. അത് ഭയങ്കര ഡൗട്ടാണ് കുറെ ആൾക്കാർക്ക്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലേ ശരി എന്നുള്ളതൊക്കെ ഭയങ്കര ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ഡൗട്ട് ഉണ്ടാവരുത്. കാരണം നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽസ് നമ്മൾ 100% കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. ഏത് മെറ്റീരിയൽസ് ആണെങ്കിലും നല്ലത് തന്നെയാണ്. അഫ്കോഴ്സ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട് മനസ്സിലാകുന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അത് മതി. അല്ലാതെ അതിന് കൂടുതൽ ഭയങ്കര നമ്മൾ ചെയ്ത് മനസ്സിലാകാത്ത ലെവലിൽ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്ത് മനസ്സിലാക്കുക, അതിൽ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. പിന്നെ അതിനുള്ള ക്വസ്റ്റ്യനൊക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ്. പിന്നെ ഓരോ ക്വസ്റ്റ്യനും കാണാപ്പാടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ചെയ്ത് കുറെ 3-4 വട്ടം ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആ ഒരു കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നും ബേസിക്കലി ഇല്ല. നമ്മൾ ഒന്ന് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിനോട് മുന്നോട്ട് പോവുക എന്നുള്ള അർത്ഥത്തിൽ പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി കംഫർട്ട് ഉറപ്പായിട്ടും നമ്മൾ പഠിക്കുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെറ്റീരിയൽസ് ഫോളോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ കംഫർട്ട്. കാരണം ആ ഒരു ക്ലാസ് ഒക്കെ ആ ഒരു മോഡലായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് ഡൗട്ട് ചോദിച്ചാലും നമ്മളെ ഫ്രണ്ട്സോടൊക്കെ ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലത് അഫ്കോഴ്സ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെറ്റീരിയൽസ് ഒക്കെ തന്നെ ആയിരിക്കും. എല്ലാവരും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ തന്നെ ആയിരിക്കും. അപ്പൊ അതൊക്കെ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ സമയത്തെ കാര്യം നമുക്ക് ഗൂഗിളൊക്കെ ടാബിൽ കിട്ടും എന്നുള്ള അറിയുന്ന സമയം അതിലേക്കൊന്നും പോകാതൊക്കെ മാക്സിമം ട്രൈ ചെയ്യണം എന്നുള്ളതാണ് ആദ്യം തന്നെ പറയുന്നത്. പിന്നെ പറയുന്നത് റാങ്ക് ഒന്നും കുറിച്ച് വല്ലാണ്ട് ബോധേഡാവണ്ട. ഇപ്പൊ ഞാൻ പറയുമ്പോഴും എനിക്ക് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമാണ്. ചിലർക്ക് അതേപോലെ ഡൗൺഫാളും സംഭവിക്കും.
അപ്പോൾ അതിലൊന്നും ഒരിക്കലും ടെൻഷൻ ആവരുത്. ഇപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ 2 മോഡൽ എക്സാമിന്, മോഡലില്ല, ആ വീക്കിലി എക്സാമിന് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക് ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ പിന്നോട്ട് പോയത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മളെ പ്രോഗ്രസ് കാർഡൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ പറയും, ഈ ഇതെന്താ ഫസ്റ്റത്തെ 2 എക്സാമിന് ഇത്ര നല്ല റാങ്ക് വെച്ചിട്ട് പിന്നെ പിന്നോട്ടാണല്ലോ പോണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയല്, അതൊന്നും നോക്കരുത്, ഫസ്റ്റത്തെ മോഡൽ എക്സാം എനിക്ക് റാങ്ക് കിട്ടിയത് എന്റെ തെറ്റുകൊണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് തള്ളലാണ്. അപ്പോ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരിക്കലും കൺസേൺ ആയിരുന്നു. നമ്മള് പിന്നോട്ടൊക്കെ ഉറപ്പായിട്ടും ഏതെങ്കിലും സമയത്തൊക്കെ ആയിട്ട് പോകും. പക്ഷെ അതിലൊന്നും നമ്മൾ പതരാതെ നമ്മൾ മുന്നോട്ടേക്ക് തന്നെ പോകാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ റാങ്കിനെ കുറിച്ച് കൂടുതൽ ബോധേഡാവാതെ നിൽക്കുക. അപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയാലും നമ്മൾ ഭയങ്കര ഭയങ്കര സന്തോഷത്തോടു കൂടി ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടും നീറ്റ് കിട്ടാത്ത കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും വീക്കിലേക്കൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും നിൽക്കരുത്. പക്ഷെ കിട്ടിയിട്ടും അത്യാവശ്യം നല്ല അതേപോലെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും ഉറപ്പായിട്ടും. പിന്നെ നല്ല ബാക്കിൽ റാങ്ക് കിട്ടിയിട്ട് നീറ്റിൽ അത്യാവശ്യം നല്ല റാങ്ക് വാങ്ങുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ നമ്മള് ഇപ്പോ നല്ല റാങ്ക് ബാക്കിലാണെങ്കിൽ നമ്മൾ സങ്കടപ്പെടുകയും നല്ല മുന്നിലാണെങ്കിൽ സന്തോഷപ്പെടുകയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാ മാതിരി അത് എക്സാം നടന്നു കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമ്മൾ നിൽക്കുക. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ പോവുക എന്നുള്ളതാണ്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഈ ഏത് റാങ്കിൽ വേരിയേഷൻ വന്നാലും നമുക്കൊരു സീനില്ലാത്ത ലെവലിൽ നിൽക്കുക. പിന്നെ ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് ചിലപ്പം കുറേ ടോപ്പിക് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഹെൽത്ത് തീരെ ശ്രദ്ധിച്ചോളണം എന്നൊന്നുമില്ല. ഇപ്പോൾ ഉറക്കം സ്കിപ്പ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പിന്നെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.